ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ GSTR പറ്റി, GSTR 1 പറ്റിയും 3B പറ്റിയിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ GSTR 1 നമ്മളിപ്പോൾ ജൂൺ 11 നമുക്ക് GSTR 1 ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ അത് ഓൺലൈനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ സെയിൽസ് ബില്ലെല്ലാം B2B B2C ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വന്നൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ബില്ലുകളുള്ള ആളുകൾ, ഇപ്പോൾ മോർ ദാൻ 100, 150, 200 ഈവൻ അതിനേക്കാൾ കൂടുതലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എങ്ങനെ B2B ബില്ലും B2C ലാർജൊക്കെ എങ്ങനെ 1 by 1 ആയിട്ട് ഇതിൽ മാനുവലി ടൈപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. നമുക്ക് മാനുവലി തന്നെ ചെയ്യണമെന്നൊരു അതായത് ഓൺലൈനായിട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരുപാട് ബില്ലുകളുണ്ടെങ്കിൽ നമുക്കിതിൽ ഇപ്പം ഓഫ്ലൈനായിട്ട് ഇപ്പോൾ JSON ഫയലായിട്ട് ഇപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് GST സൈറ്റിൽ പോയിട്ടാണെങ്കിൽ അതിനായിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ CSV ഫയലുകളായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, എക്സൽ യൂട്ടിലിറ്റി അങ്ങനെയുള്ള നമുക്ക് ചെയ്യാനുള്ള കുറേ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ മെജോറിറ്റി ആളുകളും ഇപ്പോൾ ചെയ്യുന്നത് ടാലിയിലാണ്, ടാലി പ്രൈമിലാണ് ചെയ്യുക. അപ്പോൾ ടാലി പ്രൈമിലാണെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ GSTR 1 എന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GSTR 1 ഫയൽ ചെയ്യാനുള്ള രീതിയിൽ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓൺലൈനായി തന്നെ ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഈ രീതിയിൽ ഓഫ്ലൈനിലും നമുക്ക് കൂടുതൽ ബില്ലുകളുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനിലും ചെയ്യാം. ഇപ്പോൾ HSNY സമ്മറി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം ഈ പറഞ്ഞ രീതിയിൽ CSV അല്ലെങ്കിൽ എക്സൽ യൂട്ടിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് JSON ഫയലായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് GSTR 1 പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് മന്ത്ലി ഫയലിങ്സ് ചെയ്യാനായിട്ടുള്ള കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാം. ആൻഡ് ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ് വിത്ത് Capitax India. താങ്ക് യു.